രേഷ്മ, എനിക്കിഷ്ടപ്പെട്ട ഐഫോണാണ്. ഇതെൻ്റെ ഇഷ്ട സമ്മാനമായിട്ട് നീ വാങ്ങണം. അതിൽ നിന്ന് കുറച്ചിഷ്ടം എനിക്ക് തന്നാൽ മതി. ചേട്ടന് ഇത്ര ഇഷ്ടം എന്നോടുണ്ട് എന്ന് എനിക്കറിയില്ല കേട്ടാ. നാളെ വരെ എല്ലാ ദിവസവും ഞാൻ ഈ സമയത്തൂടെ വരും. എന്നെ പോട്ടെ, നാളെ കാണാം. മതി പതിയെ പോകാ, പുതുമഴയും കൂടാ, ഇലക്കൊഴയും വിരിയും ബിജു, ഇന്ന് പണിക്കോയില്ല? ഇല്ലടാ, ലീവാ. മലയും കേറാ, ഒരു മുകിലും കാണാ, നിലവണിയും വീണ്ടും മാറില്ലെന്നാലും. ഓഹോ, നീ അതും കൊണ്ട് പോയല്ലേ. ഓമന ടീച്ചറെ, വാ മോനെ ഇരിക്ക്. ആ എന്നേനു മോനെ, എന്തെങ്കിലും വിശേഷം ഉണ്ടാ? ഇല്ല ടീച്ചറെ, ഞാൻ പിന്നെ പഠിപ്പിച്ച മാഷന്മാരെയും ടീച്ചർമാരെയും എല്ലാം വീട്ടിലൊന്ന് പോയി കാണണം എന്നൊരാഗ്രഹം പെട്ടെന്ന് തോന്നിയതാ. ഓ നല്ല തന്നെ, ഇതുപോലെയുള്ള മക്കളാണ് നമ്മുടെ ടീച്ചർമാർക്ക് ആകെയുള്ള ഒരു സമ്പാദ്യം. അമ്മേ, ഞാൻ ഇറങ്ങുന്നേ. ടീച്ചറെ മോളാ? ആ, ഞാൻ പഠിപ്പിച്ച മോനാ. നീ ഇരിക്ക്, ഞാൻ എന്തെങ്കിലും നീക്ക് കഴിക്കാൻ പയങ്ങാട്ടെടുക്കാം. വേണ്ടേനു. അമ്മ എനക്ക് ലേറ്റോ, ഞാൻ ഇറങ്ങുന്നേ. നിക്കണേടാ, നീ എന്നാ വിചാരിച്ചേ ഞാൻ നിന്നെ കണ്ടുപിടിക്കൂലെന്നാ? ഇല്ലാതെ പൈസക്ക് ഐഫോണും വാങ്ങി തന്നിട്ട് ലാസ്റ്റ് അന്നെ ഒഴിവാക്കിട്ട് പോവാന്ന് വിചാരിച്ചല്ലേ നീ? ഏട്ടാ, നിങ്ങളെന്നാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് മനസ്സിലാക്കി തരാണേ. നിന്റെ കളിയെ നീ എന്നോട് വേണ്ടാ രേഷ്മേ. ഏട്ടാ, നിങ്ങളെടുക്കുന്ന ഫോണെല്ലാം വാങ്ങി പറ്റിച്ച കേസാണെങ്കിൽ അത് ഞാനല്ല, എൻ്റെ ഏച്ചിയായിരിക്കും. നമ്മളെ ഇരട്ടകളാണ്. എൻ്റെ പേര് രേഷ്മാന്ന്. എന്നിട്ട് ഓളെടുത്തു? ഓള് മിഞ്ഞാന്ന് ഇസ്രായേലിലേക്ക് പോയി. വിസയിൽ ആദ്യം ശരിയായിട്ടുണ്ടേനു. സാരമില്ല ഏട്ടാ, ഏട്ടൻ്റെ വിഷമം എനിക്ക് മനസ്സിലാവും. ഓളെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി. പോട്ടോളെ, സോറി, ഐ എം റിയലി സോറി. പോല അമ്മ പഴം എടുക്കുന്നുണ്ട്. പഴ എന്തിന് മോളെ? ഈ പ്ലാന്റിൽ നിന്ന് ഐഫോൺ വാങ്ങുമ്പോൾ എനിക്ക് ഈ സ്പോർട്സ് സൈക്കിൾ ഫ്രീ ആയിട്ട് കിട്ടീനു. നമുക്ക് കോളേജിലെല്ലാം പോയി വരാനില്ലല്ലേ. ഈ ഏട്ടനൊരു ഇഷ്ട സമ്മാനമായിട്ട്, ഒരു സ്നേഹ സമ്മാനമായിട്ട് മോളത് വാങ്ങണം. അതിൻ്റെ അന്ന് ലേശ സ്നേഹവും ഈ ഏട്ടനും തന്നാൽ മതി. Yummy, yummy, baby, got me.